1947 ഓഗസ്റ്റ് 15 ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിനു ശേഷം രാജ്യസ്നേഹികളായി അവതരിച്ചതല്ല ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളൊന്നും. 1947 2014 ശേഷമോ ഈ രാജ്യത്തോടുള്ള കൂറ് പ്രഖ്യാപിച്ചവരല്ല മുസ്ലിമീങ്ങൾ. 1490കളിൽ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന പോർച്ചുഗീസുകാരുണ്ട്. ഈ രാജ്യത്തിന്റെ തീരങ്ങൾ തൊട്ട പോർച്ചുഗീസുകാരനെതിരെ പിടിച്ചെടുക്കാനാണ് വന്നതെങ്കിൽ പ്രതിരോധം തീർക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം പണ്ഡിത നേതൃത്വമാണ്. മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ നിന്ന് ചിലരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ ആദ്യത്തെ ചരിത്ര പുസ്തകം പൊന്നാനി പള്ളിയിലെ മഖ്ദൂമിന്റെ രചനയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ചരിത്രം ഇന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് തുഹ്ഫ പിറന്നത്, എന്തിനു വേണ്ടിയാണ് തഹ്രീൽ പിറന്നത്, എന്തിനു വേണ്ടിയാണ് പ്രതിരോധത്തിന്റെ പാട്ടുകൾ പിറന്നത്. നമ്മുടെ നാട്ടിൽ പലരും കച്ചവടത്തിന് വരാറുണ്ട്. പക്ഷേ പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമയുടെ വരവ് ഈ മണ്ണ് പിടിച്ചെടുക്കാനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ സാമൂതിരി എന്ന ഹൈന്ദവന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്ത് രാജ്യത്തിനു വേണ്ടി പണിയെടുക്കാൻ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളോട് പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ത്യ രാജ്യത്തെ സമുന്നതമായ മുസ്ലിം നേതൃത്വം. വാസ്കോ ഡ ഗാമയ്ക്കെതിരെ പടപൊരുതു, സാമൂതിരിയുടെ കൂടെ ചേർന്നു നിൽക്കൂ എന്ന് നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ഈ രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. വീരേതിഹാസം രചിച്ച മഹാരഥന്മാരായ കുഞ്ഞാലിമാർ പിറന്നു. ഇവിടേക്ക് കടന്നു വന്ന വൈദേശികർക്കെതിരെ നമ്മൾ വിപ്ലവം തീർത്തു. മനോഹരമായ ചരിത്രങ്ങൾ എത്രയാണ് പറയാനുള്ളത്. വാസ്കോ ഡ ഗാമയ്ക്കെതിരെ പടപൊരുതാൻ സാമൂതിരിയുടെ കൂടെ നിന്നു. ഹിന്ദുക്കൾ ഭരിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇവിടെ സാമൂതിരിയുടെ കൂടെ തോളോട് തോളുരുമ്മി നിന്ന പാരമ്പര്യം കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കുണ്ട്, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കുണ്ട്. വിവിധ രാജ്യങ്ങളിലെ ഹൈന്ദവ രാജാക്കന്മാരുടെ കൂടെ നിന്നിട്ടുണ്ട്. നീതിമാന്മാരായിരുന്നു അവർ. അവരുടെ കൂടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിച്ച ചരിത്രമുണ്ട്. 1490കൾ കഴിഞ്ഞു. പിന്നെയും രാജ്യത്തിന്റെ പലയിടങ്ങളിലും മനോഹരമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രം വായിച്ചു നോക്കൂ. അവിടെയെല്ലാം മുസ്ലിമീങ്ങളുണ്ട്. അവരുടെ രചനകളും അവരുടെ ഇടപാടുകളും ഒക്കെയുണ്ട്. നമ്മുടെ രാജ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതിന്റെ ആഹ്വാനങ്ങളിൽ ഒന്ന് വന്നത് പള്ളികളിൽ നിന്നാണ്. ഇന്ത്യ രാജ്യം കണ്ട അതുല്യരായ പണ്ഡിതരിൽ ഒരാൾ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റളിയല്ലാഹു അൻഹു ആൻഡമാൻ ജയിലിൽ കിടന്നാണ് മരിച്ചത്. ബഹുമാനപ്പെട്ടവർ ഉത്തരേന്ത്യയിലെ പള്ളികളിൽ ജനങ്ങളോട് പറഞ്ഞു, രാജ്യത്തിനു വേണ്ടി പോരാടാൻ ഇറങ്ങൂ. രാജ്യത്തിനു വേണ്ടി പോരാടാൻ ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ ആ മനുഷ്യൻ ആൻഡമാനിലെ ജയിലിലടച്ചു. ഏത് ജയിൽ?